പട്ടിക്കാട് MGM കൺവെൻഷൻ ഫെബ്രുവരി 15 ഞായറാഴ്ച ആരംഭിക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊച്ചി ഭദ്രാസനത്തിലെ വടക്കൻ മേഖലയിലെ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന MGM കൺവെൻഷൻ ഫെബ്രുവരി 15 ഞായറാഴ്ച ആരംഭിക്കും. പീച്ച് റോഡ് ജംഗ്ഷനിലെ MGM നഗറിൽ ഈ മാസം 22 വരെയാണ് കൺവെൻഷൻ. കൊച്ചി, തൃശൂർ ഭദ്രാസനത്തിലുൾപ്പെട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ 20-ലേറെ പള്ളികളിലെ വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുക്കും. ഞായറാഴ്ച രാത്രി 7:20 കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ് മാർ ഐറീനിയോസ് സന്ദേശം നൽകും. 20 നടക്കുന്ന മാർത്തമറിയം വനിതാ സമാജം വടക്കൻ മേഖലാ സമ്മേളനം ഡോക്ടർ ജോമി ലിനു ഉദ്ഘാടനം ചെയ്യും. 22 സമാപനത്തിന്റെ ഭാഗമായി ചാരിറ്റി ഫണ്ട് വിതരണവും റീട്രീറ്റ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഡോക്ടർ യാക്കോബ് മാർ ഐറീനിയോസ് നിർവഹിക്കും. ജനറൽ കൺവീനർ ഫാദർ ജോൺ ജോർജ്, ജോയിന്റ് കൺവീനർ KP ഔസേപ്പ്, കൺവീനർ ഫാദർ നിജിൽ യാക്കോബ്, സെക്രട്ടറി ബിനോയ് എബ്രഹാം തച്ചാട്ട് എന്നിവർ പട്ടിക്കാട് ലാലീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസനത്തിന്റെ വടക്കൻ മേഖലയിൽ തൃശൂർ ചുമന്നമണ്ണ് മേഖലയിലെ വലിയൊരു ആത്മീയ കൂട്ടായ്മയാണ് പട്ടിക്കാട് MGM കൺവെൻഷൻ. എല്ലാ വർഷങ്ങളിലും വലിയ നോയമ്പിലെ പേതൃത്വ ദിനം മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു സുവിശേഷ സംഗമമാണ് ഈ കൺവെൻഷൻ. ഭാഗ്യസ്മരണാർഹനായ സക്കറിയ മാർ അന്തോണിയോസ് തിരുമനസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന വലിയ ഒരു കൂട്ടായ്മ ഇന്ന് അഭിവന്ദ്യനായ ഡോക്ടർ യാക്കോബ് മാർ ഐറീനിയോസ് തിരുമനസ് കൊണ്ട് അത് ഏറ്റവും ഭംഗിയായി നടത്തുന്നു എന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഈ വർഷത്തെ ആത്മീയമായ ഈ സംയുക്ത യോഗം ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ MGM നഗറിൽ വെച്ച് പട്ടിക്കാട് MGM നഗറിൽ വെച്ച് നടത്തുവാൻ വേണ്ടിയാണ് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. മലങ്കര സഭയിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ആധുനിക കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ചിന്തയോടുകൂടി പറയുന്ന കൺവെൻഷൻ പ്രസംഗകരെയാണ് തിരഞ്ഞെടുത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത്. അഭിവന്യ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ യൂലിയോസ് തിരുമനസ്സുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എഴുന്നള്ളും എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. എല്ലാ ദിവസങ്ങളിലും അഭിവന്ദ്യനായ ഇടവക മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യമുണ്ട് എന്നതിൽ ആത്മീയ മക്കൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. മലങ്കര സഭയിലെ ഏറ്റവും പ്രശസ്തമായ ഈ സുവിശേഷ യോഗത്തിൽ മാർത്തമറിയം വനിതാ സമാജത്തിലെ പ്രിയപ്പെട്ട പെൺമക്കളുടെ ഒരു വലിയ യോഗം ഉണ്ട്. അത് വെള്ളിയാഴ്ച നടത്തപ്പെടും. ശനിയാഴ്ച സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടേതായ ഒരു വലിയ കൂട്ടം ഇവിടെ വന്ന് പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടേതുമായ വിവിധങ്ങളായ കലാപരിപാടികളും അതേപോലെ അവർക്ക് വേണ്ടിയുള്ള ആത്മീയമായ കാര്യങ്ങൾക്കുള്ള ചർച്ചകളും നടക്കും എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരെയും ഈ ആത്മീയമായ സുവിശേഷ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം, വളരെ സന്തോഷത്തോടെ, ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഒരു 1500-2000 പേര് പങ്കെടുക്കുന്ന സഭയുടെ ചുവന്നമണ്ണ് മേഖലയുടെ 18ഓളം പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു മഹാ കൺവെൻഷനായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഫെബ്രുവരി 15 മുതൽ 22 വരെ കൺവെൻഷൻ ദിവസങ്ങളും സമാപന ദിവസമായ ഫെബ്രുവരി 22-ാം തീയതി ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ ഈ കൺവെൻഷൻ സെൻറ്ററിൽ അവിടെ സഭ നേരത്തെ പല വർഷങ്ങളായി സൂചിപ്പിച്ചിരുന്ന റിട്രീറ്റ് സെൻറ്ററിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും അന്നേ ദിവസം കൊച്ചി ഭദ്രാസനത്തിൻ്റെ അഭിവന്ദ്യനായ മെത്രാപ്പോലീത്തായുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കൺവെൻഷനും തുടർന്ന് 22-ാം തീയതി നടക്കുന്ന റിട്രീറ്റ് സെൻറ്ററിൻ്റെ, ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിട്രീറ്റ് സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനത്തിലും
ചുവന്നമണ്ണ് മേഖലയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ പള്ളികളിൽ നിന്നുള്ള വിശ്വാസികളും അതോടൊപ്പം തന്നെ മറ്റ് സഹോദര സഭകളിൽ നിന്നുള്ള വിശ്വാസികളുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. 35ാമത് പട്ടിക്കാട് MGM കൺവെൻഷൻ ദൈവകൃപയാൽ ഈ വർഷവും ഫെബ്രുവരി 15 മുതൽ 22 വരെ ഭംഗിയായി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 15-ാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട കൺവീനർ ഓർമ്മിപ്പിച്ചതുപോലെ വൈകിട്ട് 2 മെത്രാപ്പൊലിത്തമാരുടെ, പ്രത്യേകിച്ച് കുന്നംകുളം മദ്രാസനാധിപനായിരിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനസ്സുകൊണ്ടും അഭിനന്ദ ഡോക്ടർ യാക്കൂബ് മാർ എറിൻസ് തിരുമനസ്സുകൊണ്ടും സാന്നിധ്യം അറിയിക്കുന്നു. വിവിധങ്ങളായ ദിവസങ്ങളിൽ അൽമായ പ്രമുഖരും അതുപോലെ തന്നെ വൈദികരും പ്രസംഗങ്ങൾക്ക് നേതൃത്വം നൽകും. അവസാന ദിവസമായ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ കൺവെൻഷൻ പന്തലിൽ തന്നെ അഭിമന്യ ഇടവ മെത്രാപ്പൊലിത്ത തിരുമനസിന്റെ മുഖ്യ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഈ കൺവെൻഷൻ അവസാനിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ സമാജത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും സംഗമങ്ങൾ നടത്തപ്പെടുന്നു. അവസാന ദിവസം ഈ കൺവെൻഷനിലൂടെ എല്ലാ വർഷവും ചാരിറ്റിക്കായി നൽകുന്നുണ്ട്. അത് രോഗികളായിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഡയാലിസിസ് ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്ന വിധം അവർക്കത് നൽകുവാനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ച് നമ്മളതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രകാരം ഈ കൺവെൻഷൻ കേവലം വചന ശുശ്രൂഷ മാത്രമല്ല, അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണമാണ് ഇതിൻ്റെ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കട്ടെ. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആ വലിയ ദൈവവചനത്തിൻ്റെ അനുഗ്രഹപ്രദമായ ഉറവയിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുദിനമായ വളർച്ചയിൽ, ദൈവകൃപയിൽ വളരുവാൻ തക്കവണ്ണം ഏവരെയും സന്തോഷത്തോടെ ഈ യോഗങ്ങളിലേക്ക് വൈകിട്ട് 7 മണി മുതൽ 6 മണിക്ക് സന്ധ്യാനമസ്കാരത്തോടെ ആരംഭിക്കുന്ന യോഗത്തിൽ 7:15 പ്രസംഗം ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 8:30 ഈ യോഗം അവസാനിക്കും. അതിൽ എല്ലാവരുടെയും നാനാജാതി മതസ്ഥരായ എല്ലാ ആളുകളെയും വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഹർദവുമായി ഈ യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ കൺവെൻഷൻ 35ാമത് തവണയാണ് പട്ടിക്കാട് MGM നഗറിൽ നടത്തപ്പെടുന്നത്. വടക്കൻ മേഖലയിലുള്ള ഏകദേശം 21ഓളം ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിൽ നിന്നുള്ള പ്രാതിനിധ്യമാണ് ഇവിടെ വരുന്നത്. ആഗ്രഹിക്കുന്നു. എല്ലാ ദേവാലയങ്ങളും അതാത് ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി വരികയാണ് ചെയ്യുന്നത്. പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്, മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്.